എന്തിനാണ് ഇത്തരത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് കോൺഗ്രസ് കണ്ടെത്തിയ ആളുകളെ നിങ്ങൾ എന്തുകൊണ്ട് കൂടെ കൊണ്ടു നടന്നു? അതിൽ ഒരാളെ IC ബാലകൃഷ്ണനെതിരെ മത്സരിപ്പിക്കുകയും ചെയ്തു. അതെന്തിനായിരുന്നു ബലദേവ് സച്ചിദാനന്ദ്? ഞാൻ അതിലേക്ക് വരാം. BJP നേതാവ് പറഞ്ഞ ഒന്നുണ്ട് കാര്യങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. തിരുവനന്തപുരത്ത് സജിത എന്നൊരു പെൺകുട്ടി ഒരു കേസ് ഫയൽ ചെയ്തു. തിരുവിതാംകൂർ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ തകരപ്പറമ്പ് ബ്രാഞ്ചിലേക്കാണ് കേസ് ഫയൽ ചെയ്തത്. ആ കേസിലെ ഒന്നാം പ്രതി BJPയുടെ സംസ്ഥാന വക്താവ് MS കുമാറാണ്. കാര്യം അദ്ദേഹമാണ് അതിന്റെ പ്രസിഡന്റ്. ഈ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാഞ്ഞതിനെതിരെയാണ് ഒന്നല്ല അവിടെ നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. കാസർഗോഡ് മുഗു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അതിന്റെ പ്രസിഡന്റ് വെങ്കട്ടരാമണ്ണ ഭട്ടാണ്. അത് BJP ലീഡറാണ്. അവിടെ 30 കോടി രൂപയുടെ അഴിമതിയാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കേരളത്തിൽ BJP ഭരിക്കുന്ന സൊസൈറ്റികൾ വളരെ കുറവാണ്. 7 കണ്ടേ ഉള്ളൂ. അതിനകത്തും പലതിനകത്തും ഇങ്ങനെയുള്ള അഴിമതികളുള്ള 7 രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. BJP ഭരിക്കുന്ന അഴിമതിയുണ്ട്, അതുകൊണ്ട് ഇടതുപക്ഷത്തിനാകാം എന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന അഴിമതിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാം, ന്യായീകരിക്കുന്നില്ല. തെറ്റാണ്. കാരണം സഹകരണ മേഖലയിൽ അഴിമതി ഉണ്ടാകാൻ പാടില്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞാണ്, ഏറ്റവും സാധുക്കളായ മനുഷ്യരാണ് സഹകരണ മേഖലയെ സമീപിക്കുന്നത്. അവർ കൊണ്ടുവന്ന് ചെറിയ ചെറിയ ഡെപ്പോസിറ്റ് ഇടുന്നത് ഭാവിയിലുള്ള പല മോഹങ്ങളുമായിട്ടാണ്. അത് സംഭവിക്കാതെ വന്നാൽ ഇവിടെ നടന്നതുപോലെ ഇനിയും ആത്മഹത്യകൾ ഉണ്ടാകാം. അതുണ്ടാകരുത്. അതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവര് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് വേണം. പിന്നെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്, സ്ഥാനാർത്ഥികളെ പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെയും CPM നിന്ന് അങ്ങോട്ട് പോകുന്നവരെയൊക്കെ പലയിടത്തും പല രീതിയിൽ മത്സരിപ്പിക്കാറുണ്ട്. ആ സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ഓരോ സ്ഥലത്തിന്റെ സാഹചര്യവും പരിതസ്ഥിതിയും ആ വ്യക്തികൾക്കുള്ള ബന്ധമൊക്കെ നോക്കിയാണ്. അല്ല, സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിലാണ് പുറത്താക്കിയത് എന്ന് പറയുന്നുണ്ട്. അവരെ നിങ്ങൾ എന്നതാണ് ചോദ്യം. തിരിച്ച് എത്രയോ പേരെ ഇടതുപക്ഷക്കാർ തിരിച്ചു ചെല്ലുന്നവർ കോൺഗ്രസിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും പോയിട്ടുണ്ടല്ലോ. ഇടതുപക്ഷക്കാർ പലരും കോൺഗ്രസിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ 1 മാസമായിട്ട് കുറെ അധികം ഇടതുപക്ഷക്കാർ പാലക്കാടും ഒക്കെ ആയിട്ട് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് അഴിമതിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ആരും ഒന്നും ഈ കാര്യത്തിൽ അങ്ങനെയല്ല. വിശ്വനാഥന് ഒരു 10 സെക്കൻഡ് തരുമോ? അതായത് ഈ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന് മുമ്പിൽ DYFI സമരം ആരംഭിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ അന്വേഷണ കമ്മീഷൻ വരുന്നതിന് മുമ്പ് DYFIയും CPM-ഉം അഴിമതി ആരോപണവും ക്രമക്കേടും ആരോപിച്ചുകൊണ്ട്, നിയമന തട്ടിപ്പല്ല, ക്രമക്കേടും ആരോപിച്ചുകൊണ്ട് സമരം ആരംഭിക്കുന്നു. അന്ന് ഡോക്ടർ സണ്ണിയാണ് ബാങ്കിന്റെ ചെയർമാൻ. ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അവിടെ വൈസ് ചെയർമാനായി ഉണ്ടായിരുന്നത്. DYFIയുടെ സമരം പ്രഖ്യാപിക്കപ്പെടുന്നു. DYFI സമരത്തിന്റെ ഇടയിലാണ് അന്വേഷണ കമ്മീഷൻ എത്തുന്നത്. അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് കണ്ടെത്തി ഞങ്ങൾ ഇവരെ പുറത്താക്കുന്നു. പുറത്താക്കിയതിന്റെ അടുത്ത ആഴ്ച 2ാമത്തെ ദിവസം ഈ വിശ്വനാഥനെ നിങ്ങൾ ചുമപ്പൻ ഷാലിട്ട് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച ശേഷം നിങ്ങൾ നടന്നു വരുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ സമരപന്തൽ അവിടെ നിന്ന് അപ്പാടിയെടുത്ത് നിങ്ങളുടെ ജില്ലാ CPM DC ഓഫീസിലേക്ക് കൊണ്ടുപോയി. നിങ്ങളെ കാണാനില്ലായിരുന്നു ബാങ്കിന് മുമ്പിൽ. എവിടെ പോയി DYFI? എവിടെ പോയി CPM? നിങ്ങൾക്ക് സമരമില്ലാതായി. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി വിട്ട് ആൾക്കാർ പോകുന്ന പരിസ്ഥിതിയല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾ ആർക്കെതിരെ സമരം ചെയ്തോ അയാൾ ഒരു രാത്രി പുലർന്നെഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ കൂടെ വന്നു. വെറുതെ ഇറങ്ങി വന്നല്ലോ കേട്ടോ. ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഇറങ്ങി വന്നതല്ല. ഞങ്ങൾ പിടിച്ച് പുറത്താക്കിയപ്പോൾ നിങ്ങളെ അഭയമുള്ളൂ എന്ന് കണ്ട് നിങ്ങളുടെ കൂടെ വന്നു. വന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിങ്ങൾ വന്നത് ആരൊക്കെയാണ്? ആ സംഘാടക സമിതി ആരാണ്? ആ സംഘാടക സമിതി തന്നെയാണ് അദ്ദേഹത്തിനെതിരെ സമരം ചെയ്ത സമരസമിതി. അതുകൊണ്ട് അതിനെ നിങ്ങൾ എല്ലായിടത്തും പാർട്ടി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നില്ലേ? അതുകൊണ്ട് ഈ കുറ്റകൃത്യം അല്ലാതാകുന്നില്ല വസന്ത്. പാർട്ടി മാറിയത് കൊണ്ടൊന്നും കുറ്റകൃത്യം അങ്ങനെ അല്ലാതാകുന്നില്ല. നിങ്ങളുടെ പുതുപ്പള്ളിയിൽ ഒരു പാവപ്പെട്ട കർഷകൻ രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണെന്ന് താങ്കൾക്കറിയാമോ? KK എബ്രഹാം, KPCC മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന KK എബ്രഹാം, അദ്ദേഹം 70 സെന്റ് വസ്തു പണയം വെച്ച് 70,000 രൂപ ലോൺ എടുക്കുകയാണ്. അത് തിരികെ എല്ലാം അടച്ചു തീർന്ന് അവസാനം ആ ആധാരം എടുക്കാൻ ബാങ്കിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് 34 ലക്ഷം രൂപയുടെ കടക്കാരനാണ്. അതെങ്ങനെ സംഭവിച്ചു? ഈ KK എബ്രഹാം എന്ന് പറയുന്ന ആൾ ഈ ആധാരം പണയം വെച്ചുകൊണ്ട് 35 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുന്ന സാഹചര്യമുണ്ടായി. അതാണ് രാജേന്ദ്രൻ നായരെ അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയത്. ഇങ്ങനെയാണ് നിസ്സഹായ ജന്മങ്ങൾ നിങ്ങളുടെ കൈകളിൽ അകപ്പെട്ട് ജീവൻ ത്യജിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. 1,18 ലക്ഷം രൂപയുടെ ബാധ്യത താങ്ങാനാവാതെയാണ് ഇപ്പോൾ DCC ട്രഷററും മകനും ജീവനൊടുക്കിയത്. ഈ കാര്യങ്ങൾ ആദ്യം അംഗീകരിക്കൂ ശ്രീ വസന്ത്.